സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യവും നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായ സ്നേഹം അറിയിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സെലിറ്റിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കണ്ണുനീരിൻ്റെ വില. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും എന്തോ ഫണ്ണി ടൈറ്റിലാണ്, ഇയാൾ എന്തോ ഈ പറയാൻ തുടങ്ങുന്നത് എന്ന്. ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വില കൽപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ കണ്ണുനീര്. അത് നമ്മൾ കുറച്ച് കണ്ണുനീരെടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് അതുകൊണ്ട് കൊടുത്ത ഇതിൻ്റെ വിലയെ നോക്കിയിട്ട് അതിന് പകരം എനിക്ക് ഇന്ന സാധനങ്ങൾ ഇതാ എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കുരുമുളകും ചുക്കും ഏലക്കായും കാപ്പീരിയൊക്കെ കൊണ്ട് കടയിൽ കൊണ്ട് തൂക്കി കൊടുക്കുമല്ലോ. എന്നിട്ട് പറയും എൻ്റെ കാലം മുമ്പൊക്കെ വന്നിട്ട് ഇപ്പം എനിക്കറിയത്തില്ല കൊണ്ട് കൊടുത്തിട്ട് ചേട്ടാ ഇതിൻ്റെ വിലയ്ക്ക് തുല്യമായ അരിയും പലവ്യഞ്ജനമൊക്കെ ഇങ്ങനെ തരാൻ പറയും. അപ്പം തൂക്കി നോക്കിയിട്ട് ഇത്ര ഏലക്ക ഉണ്ട്, അല്ലെ ഇത്ര ഇഞ്ചിയുണ്ട്, കുരുമുളകുണ്ട്, അതിന് ഇത്ര രൂപ വിലയാണ്, അതിന് തുല്യമായിട്ട് തരാമെന്ന് പറയും. ഇതുപോലെ രാവെളുക്കോളം ഇരുന്ന് കരഞ്ഞു, കണ്ണീരെല്ലാം ഒരു ചെറിയ കോപ്പയ്ക്കകത്താക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യക്കാരൻ്റെ അടുത്ത് പോവുക. ചെന്നിട്ട് ചേട്ടാ കഞ്ഞി വെച്ചിട്ട് ഒരാഴ്ചയായി, റേഷൻ കിടക്കാൻ ചേട്ടാ ഈ കണ്ണുനീർ അങ്ങോട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ വിലയ്ക്ക് തുല്യമായ അരിയും ഗോതമ്പും പഞ്ചസാരൊക്കെ ഇങ്ങതാ എന്ന് പറഞ്ഞാൽ റേഷൻ കിടക്കാരൻ ചേട്ടൻ തൂക്കി തരുമോ? ലോകത്തിൽ ഒരു മനുഷ്യനും ഇന്ന് വരെ വില കൊടുത്തിട്ടില്ലാത്ത സാധനമാണ് കണ്ണുനീരെന്ന് പറയുന്നത്. പക്ഷെ ഒരാൾക്ക് കണ്ണുനീരിൻ്റെ വിലയെപ്പറ്റി ഒരു ധാരണയുണ്ടായി. നല്ലപോലെ കരഞ്ഞ ഒരു മനുഷ്യനാണ് ധാരണയുണ്ടായത്. നമ്മൾ 56-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. 56-ാം സങ്കീർത്തനത്തിൽ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിൻ്റെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. കാരണം ദാവീദ് രാജാവ്, യങ് ഡേവിഡ് എന്ന് പറയാം, കുറെ കൂടെ ശരി, ശൗലിനെ ഭയപ്പെട്ട് ഓടി 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 അവസാനം ഫെലിസ്ത്യരുടെ ഗാത്തിൽ ചെന്നു. അവിടെ പിടിക്കപ്പെട്ടു, കസ്റ്റഡിയിലായി. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഇനി കരയുക, അവിടുന്ന് കരഞ്ഞെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ, ആരെങ്കിലും കാണുമോ ഈ കണ്ണുനീരിന് വല്ല വിലയുണ്ടോ? ആരെങ്കിലും കാണുമോ കേൾക്കുമോ ഈ കണ്ണുനീരിന് വല്ല വിലയുണ്ടോ? ഏതായാലും ദാവീദ് തീരുമാനിച്ചു, ഐ ആം ഗോയിങ് ടു റൈറ്റ് എ സോങ്. ഞാനൊരു സങ്കീർത്തനം എഴുതാൻ പോവാ, ഒരു പാട്ട് എഴുതാൻ പോവാ. അവൻ പാട്ട് എഴുതാൻ തീരുമാനിച്ചപ്പോൾ ഈ പാട്ടിനൊക്കെ ഒരു ട്യൂൺ വേണ്ടായോ? ഒരു ട്യൂൺ വേണ്ടായോ? അപ്പം ട്യൂൺ വേണം. അപ്പൊ ട്യൂൺ ഇങ്ങനെ ചിന്തിച്ചപ്പം യോനാത്ത് എലം റഖോഖീം, യോനാത്ത് എലം റഖോഖീം എന്നൊരു രാഗം കിട്ടി. നമ്മൾ ഈ ഹരഹര പ്രിയ കല്യാണി രാഗം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് ഒരു ട്യൂൺ കിട്ടിയതാ, രാഗം കിട്ടിയതാ. രാഗത്തിന്റെ പേരാണ് യോനാത്ത് എലം രഖോഖീം എന്ന് പറഞ്ഞാൽ ട്യൂണിന്റെ പേരെന്താ? ഈ ട്യൂണിനും മ്യൂസിക്കിന്റെ കണ്ടന്റും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പോഴ് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാനിപ്പം അധികം പാട്ട് കേൾക്കാറില്ല. നമുക്ക് ഇച്ചിരി മനസ്സിലുള്ള സമാധാനമുള്ള അങ്ങനെ ഇരുന്നോട്ടുന്നിട്ടാണ് ഈ പാട്ടുകൾ കേൾക്കാത്തത്. പഴയ ഭക്തന്മാർ എഴുതിയ പാട്ടുകൾ ഇപ്പോഴും ഹൃദയത്തിൽ കിടപ്പുണ്ട്. അതിനെപ്പറ്റി ഒരു ഓർമ്മ മതി. ഇപ്പോൾ ഈ നിരാശയൊക്കെ വരുമ്പോഴേ, ദുഃഖം വരുമ്പോഴേ പെട്ടെന്നൊരു ചൈതന്യം കൊണ്ടിരുന്നതിന് വേണ്ടി ഭക്തന്മാർ എഴുതിയ പാട്ടിൻ്റെ ഒരു വരിയൊന്ന് പൊളിയാൽ മതി കേട്ടോ. ഇപ്പം ഈ പാട്ടിൻ്റെ ട്യൂണും പാട്ടിൻ്റെ അർത്ഥവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരു ബന്ധവും ഉണ്ടെന്ന് ഇപ്പം പലർക്കും അറിയാവുന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം
ഞാൻ നല്ല ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് സഭായവും അതുപോലെ ചില ആത്മീയ ശുശ്രൂഷകളാണ് നല്ല ബന്ധമാണ് എനിക്കുള്ളത്. വെരി ക്ലോസ് റിലേഷൻ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്നാനപ്പെടുന്നത്. ഞാൻ സ്നാനപ്പെട്ടത് മുതൽ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ വിശുദ്ധ തിരുവത്താഴത്തിൻ്റെ മേശ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുള്ള അതിപ്രധാനപ്പെട്ട ശുശ്രൂഷയൊക്കെ തന്നോട് കൂടെ നിർത്തുന്നത് തന്നെയാണ്. ബിക്കോസ് ഹി ഹാഡ് ഹീസ് കോൺഫിഡൻസ് ഇൻ മീ. ഞാൻ എത്ര ഗൗരവമായിട്ട് എടുക്കുമെന്ന് അറിയാമായിരുന്നു. അന്നൊന്ന് ഞാൻ റാന്നിയിൽ കീഴ്ക്കുഴി താമസിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നു. അപ്പം ഞങ്ങളുടെ ചേർച്ചിൽ അപ്പം കൺവെൻഷൻ നടക്കുക. കൺവെൻഷൻ കഴിഞ്ഞ് സമാപന ദിവസം ഒരു തിരുവത്താഴമുണ്ട്. അപ്പം അതിനകത്ത് ഒരു കുഞ്ഞപ്പാസ്റ്റൻ തിരുവത്താഴത്തിന് പാട്ട് പാടുക. അപ്പാമൊന്നെടുത്തവൻ വാഴ്ത്തി എന്ന് പറയും. ഓ, അപ്പാമൊന്നെടുത്തവൻ. വാസ്തവത്തില്ലേ, അവനെ പറ്റി അയാളെ പറ്റി ഐ ഡിഡ്ന്റ് ഫീൽ പിറ്റി. ഈ കക്ഷിയൊക്കെ പിടിച്ച് പാസ്റ്ററാക്കിയവന്മാരെയാ പറയേണ്ടത്. എന്നിട്ട് തിരുവത്താഴം പോലുള്ള അതിപ്രധാന ശുശ്രൂഷയ്ക്ക് ഇവരെ പാട്ടുപാടാൻ നിർത്തുക. എന്തോ ഒരു കഷ്ടം വന്നാലോചിച്ചേക്ക്. ഞാൻ ഇടയ്ക്കതങ്ങ് പറഞ്ഞു പോയത് എൻ്റെ ദണ്ണം കൊണ്ട്. ഈ പാട്ടിൻ്റെ കണ്ടന്റും അതിൻ്റെ ട്യൂണും തമ്മിലൊരു അർത്ഥമുണ്ട്, എപ്പോഴും ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ അവസ്ഥ ഞാൻ പിടിക്കപ്പെട്ടു. കരച്ചിലല്ലാതെ വേറൊന്നും തൻ്റെ കയ്യിലില്ല. He got nothing else. Unstoppable tears. നിലയ്ക്കാത്ത കണ്ണുനീര് മാത്രമേ ദാവീദിന്റെ ബാക്കിയുള്ളൂ. അപ്പം ഇതൊരു മ്യൂസിക് ട്യൂണാണോ? ഇതൊരു മ്യൂസിക് ട്യൂണാണ്. ഇതൊരു മ്യൂസിക് ട്യൂണാണ്. ഇതൊരു മ്യൂസിക് ട്യൂണാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ ട്യൂണിൻ്റെ പേരെന്തുവാ? ഈ ട്യൂണിൻ്റെ പേരാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്, യോനാത്ത് എലം രഖോഖീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറയാൻ പോണേ. യോനായ് എന്ന് പറഞ്ഞാൽ പ്രാവെന്നാണ്. യോനാത്ത്, പ്രാവുകൾ. പ്രാവുകൾ. എലമെന്ന വേർഡിൻ്റെ അർത്ഥം യങ് എന്നാണ്. യൂത്ത് അല്ലെങ്കിൽ യങ് എന്നാണ്. അതിന് വേറൊരർത്ഥമുണ്ട്, സൈലന്റ് അല്ലെങ്കിൽ നിശബ്ദമെന്ന. ഈ രണ്ടർത്ഥമുണ്ട്. മീൻസ് ഫാർ അവേ. താൻ എവിടെയാണോ അവിടെ ആയിരിക്കണോ അവിടെ നിന്ന് എത്രയോ ദൂരെയായി പോയി. റഖോഖീം. അതൊരു ട്യൂണാണ്. ആ ട്യൂണിൽ വരുന്ന എന്നറിയാമോ? സി, എ യങ് ക്രീച്ചർ അറ്റ് ദ പ്രൈം ഓഫ് ഇറ്റ്സ് യൂത്ത്. എ യങ് ക്രീച്ചർ അറ്റ് ദ പ്രൈം ഓഫ് ഇറ്റ് യൂത്ത്. നല്ല യൗവനത്തിൽ പിടിക്കപ്പെട്ടു പോയി. ഇനിയും ഒന്ന് കരയണമെന്ന് ആഗ്രഹമുണ്ട്. കരഞ്ഞു, പക്ഷെ ആരും കേൾക്കരുത്. എന്ന് പറഞ്ഞാൽ നിന്റെ കരച്ചിൽ പോലും മറ്റുള്ളവർക്ക് അസ്വസ്ഥമാണ്, അസഹ്യമാണ്. അതൊരവസ്ഥയാണ്. കരച്ചിലിന് പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. പിന്നെന്തേ ഉള്ളൂ? പുറത്തോട്ടെടുക്കേണ്ട കരച്ചിൽ അകത്തോട്ടങ്ങ് പോവുക. 42ാം സങ്കീർത്തനക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ കണ്ണുനീര് രാവും പകലും ആഹാരമായി തീർന്നു. കണ്ണുനീര് രാവും പകലും ആഹാരമാണ് എന്ന് 42ാം സങ്കീർത്തനക്കാരൻ തൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞത്. ഇവിടെ കരയണ ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ നോ ഫ്രീഡം. കരയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇൻ ദ പ്രൈം ഓഫ് യൂത്ത്, നല്ല യൗവനമാണ്, പക്ഷെ പറയേണ്ട കാര്യമില്ല, പ്രതികരിക്കാൻ സ്വാതന്ത്ര്യമില്ല. പുറത്തോട്ടുവിൻ്റെ കരച്ചിലൊക്കെ അകത്തോട്ട് പോകുന്ന അവസ്ഥ. പുറത്തോട്ട് വരേണ്ട കണ്ണുനീരും കരച്ചിലൊക്കെ അകത്തോട്ട് പോകേണ്ട അവസ്ഥ.
ഇങ്ങനൊരവസ്ഥ ദാവീദിന്റെ ജീവിതത്തിലുണ്ടായി. ആ അവസ്ഥയിൽ ആ അവസ്ഥ പ്രകടമാക്കുന്ന ട്യൂണാണ് ഏതാ ഞാനീ പറഞ്ഞത്? യോനാത്ത് എലം രഖോഖീം എന്ന് പറയുന്നത്. യോനാത്ത് എലം രഖോഖീം എന്ന് പറയുന്നത് അതാ അവസ്ഥ. അപ്പം ദാവീദ് അവിടെ ഇരുന്ന് ഹി വാസ് കംഫർട്ടിങ് ഹിസ് സോൾ, തന്നെ തന്നെ ആശ്വസിപ്പിക്കുക. തന്നെ തന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് വന്നപ്പോ ചിലപ്പോൾ അങ്ങനെ കേട്ടോ, നമ്മൾ നമ്മളെ തന്നെ കംഫർട്ട് ചെയ്ത് ആശ്വസിച്ച് വരുന്ന കാണുമ്പോൾ നമ്മുടെ ആ ഹെൽപ്ലെസ്നെസ്, നമ്മുടെ നിസ്സഹായത കാണുമ്പോൾ ദൈവം പെട്ടെന്ന് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ നിസ്സഹായതയുടെ നടുവിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ നിസ്സഹായതയുടെ നടുവിൽ നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നത് പോലെ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മൾ ദൈവശബ്ദം കേൾക്കത്തില്ല. ദാറ്റ്സ് വൺ തിങ് ടു അണ്ടർസ്റ്റാൻഡ്. ഇനി വേറൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായത്? ഈ അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം നമ്മൾ കുറെ കൂടെ മുന്നിൽ വന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇതിനെപ്പറ്റി ഒരു വിശദീകരണം തരുന്നുണ്ട്. അവിടെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇത് മനസ്സിലാക്കിയിട്ട് പുറമോട്ട് തിരിഞ്ഞു നോക്കാനൊക്കത്തുള്ളൂ. ഇത് എല്ലാ ഭക്തന്മാരുടെയും പ്രോബ്ലമാണ്. എല്ലാ ഭക്തന്മാരുടെയും പ്രോബ്ലമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് അതിനെ വിശദീകരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, വൺസ് യു ബിലോങ് ടു ദിസ് വേൾഡ്, ഒരിക്കൽ നിങ്ങൾ ലോകക്കാരായിരുന്നു. സോ ദ വേൾഡ് ലവ്ഡ് യു, ലോകം നിങ്ങളെ സ്നേഹിച്ചു. സോ വാട്ട് ഡിഡ് ഐ ഡു? ഐ ടുക്ക് യു ഓഫ്, ഐ ടുക്ക് യു അവേ ഫ്രം ദ വേൾഡ്. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു, മാറ്റിക്കളഞ്ഞു. നിങ്ങളെപ്പോഴും ലോകത്താണെങ്കിലും ലോകക്കാരിൽ നിന്ന് ഞാൻ നിങ്ങളെ വേർതിരിച്ചു. Now you don't belong to the world. അപ്പൊ നിങ്ങൾ ലോകക്കാരല്ല. അപ്പൊ എന്താ കുഴപ്പം? നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം തനിക്കല്ലാത്തതിനെ വെറുക്കുന്നു, പകയ്ക്കുന്നു. സോ ദ വേൾഡ് പെർസിക്യൂട്ട്സ് യു. എന്തുകൊണ്ട് ലോകം നിന്നെ വെറുക്കുന്നു, ലോകം നിന്നെ പകയ്ക്കുന്നു? ഒറ്റ മറുപടിയേ ഉള്ളൂ. എന്താ ഒരു മറുപടി? You don't belong to this world. You don't belong to this world. അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് പറയാൻ കഴിയുന്നത്, ഈ ഞാനൊരു ദൈവവേദലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് ഒറ്റപ്പെടലുകൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓടുമാൻ ഔട്ട്. ഞാനൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇംഗ്ലണ്ട് വന്നപ്പോഴും റോയൽ മെയിൽ എന്ന് പറഞ്ഞ് ഇവിടെ വലിയൊരു സ്ഥാപനമാണ്, അത് ജോലി ചെയ്തിരുന്നു. അപ്പം മെയിൽ സോർട്ടിങ് ആ ജോലി. മെയിൽ സോർട്ടിങ് രാത്രിയില്ല, ഫുൾ നൈറ്റ് പണിയാണ്. ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴാണ് ഞങ്ങൾക്കൊരു ബ്രേക്ക് ഉണ്ട്. ഈ ബ്രേക്കുണ്ട് എല്ലാവരും കന്റീനിൽ പോയി ആദ്യം ഒരു സിഗരറ്റ് വലിക്കും. അത് കഴിഞ്ഞ് മറ്റേ ഈ പാട്ടയുണ്ടല്ലോ എന്ന് പറയുന്നത്, പിന്നെ ഒരു ചാരായം കുടിക്കുന്ന പാട്ടയുണ്ട്, അത് മേടിക്കും, പൊട്ടിച്ചു ഒഴിക്കും. പിന്നെ 2-3 വളിച്ച വർത്താനം ഉണ്ടല്ലോ സായിപ്പന്മാരുടെ, അത് പറയും. പ്രത്യേകിച്ച് ഈ സ്ത്രീകളൊക്കെ അപ്പുറത്തേക്ക് ഇരിക്കുകയല്ലയോ, അവരെ നോക്കിയുള്ള കമൻറ്റാണ് കൂടുതലും. അപ്പം ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചപ്പോഴും ഒന്ന് ഈ സിഗരറ്റിൻ്റെ പോയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, 2 ചാരായത്തിൻ്റെ നാറ്റവും ബുദ്ധിമുട്ടാണ്, പിന്നെ ഈ പറഞ്ഞ കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഐ ഹാവ് ടു കീപ് മൈസെൽഫ് അവേ. ഇത് ദൈവവേദനായ അന്ന് മുതൽ ജീവിതത്തിൽ ഇന്ന് വരെയും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. നമുക്ക് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് കിട്ടത്തില്ല, പെട്ടെന്ന് കമ്പനി കിട്ടത്തില്ല, പെട്ടെന്ന് ആക്സെപ്റ്റൻസ് കിട്ടത്തില്ല. എവിടെ ചെന്നാലും ഓഡ് മാൻ ഔട്ട്. നമ്മളവിടെ ഫിറ്റിനാകത്തില്ല. നേരെ പറഞ്ഞു നോക്കിയേ,
ഈ ബീഡി വലിക്കാരന്മാർക്ക് സ്മോക്കേഴ്സിന് ഗുണമുണ്ട്. എവിടെ ചെന്നാലും ഉണ്ടല്ലോ, പെട്ടെന്ന് കമ്പനി കിട്ടും. വലിച്ചുകൊണ്ടിരിക്കുന്നവർ ചോദിച്ചാൽ അവൻ്റെ ഉണ്ടാക്കുന്നിടത്ത് ഇവന് കൊടുത്തോളും. ഇവന് ഒരു ബുദ്ധിമുട്ടുമില്ല. കുഷ്ഠരോഗിയുടെ വായിന്ന് അതിൽ മേടിച്ച് വെക്കാൻ ബുദ്ധിമുട്ടുമില്ല, കുഷ്ഠരോഗിക്കും ബുദ്ധിമുട്ടില്ല. അതതിൻ്റെ ഗുണം, പ്രത്യേകത. നമ്മൾ ലോകക്കാരായിരുന്നു, പക്ഷെ കർത്താവ് നമ്മളെ എവിടുന്ന് വേർതിരിച്ചു. ആ ഒരു കാരണം കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. ഇപ്പോ ഇശായിയുടെ 7 മക്കൾക്കും ദാവീദിന്റെ പ്രശ്നമില്ല. ഇശായിയുടെ 7 മക്കളും സ്വന്തം ഭവനത്തിൽ സ്വസ്ഥമായി താമസിക്കുന്നു. ദാവീദിന് എന്താ സ്വന്തം വീട്ടിൽ സ്വസ്ഥമായിട്ട് താമസിക്കാൻ വയ്യാത്തത്? ദാവീദിന് കുറച്ച് ആടൊക്കെ ഇല്ലയോ? അതിനെന്ത് തെറ്റിക്കൊണ്ട് മര്യാദ നടന്നാൽ മതിയല്ലോ. എന്താ പ്രോബ്ലം ഉണ്ടായത്? ദൈവം ദാവീദിന് നോട്ടം ഇട്ടു. ദൈവം അവിടുന്ന് ദാവീദിനെ പിടിച്ചു. ഉന്നതമായ വിളിക്ക് വേണ്ടി വിളിച്ചു. God called him for a higher call. God called him for a higher call. ദൈവം ഉന്നതമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നമ്മളെ കണ്ടിട്ടുണ്ട് എങ്കിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവം നമ്മളെ അതിനുവേണ്ടി വേർതിരിക്കുകയും 2, ലോകം നമ്മളെ പകയ്ക്കുകയും ചെയ്യും. ദൈവം നമ്മളെ അതിനുവേണ്ടി വേർതിരിക്കുകയും ലോകം നമ്മളെ പകയ്ക്കുകയും ചെയ്യും. ദൈവം നമ്മളെ വേർതിരിച്ചിട്ടില്ലെന്നിരിക്കട്ടെ, നമ്മളിപ്പോഴും ലോകക്കാരാ. നോക്കുന്നുണ്ട്, നമ്മൾ വെള്ള ഉടുപ്പും വേദപുസ്തകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ലോകക്കാരാണെങ്കിൽ മന്ത്രിമാർക്കും MLA-മാർക്കും പഞ്ചായത്ത് മെമ്പർക്കും ലോക്കൽ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും അവർക്കൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആരാണ് ഈ ഉപദേശി? അവർ തമ്മിൽ വ്യത്യാസമില്ല, അവർക്ക് ഈസിയാണ്, ഈസി ആക്സസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ല. പക്ഷെങ്കിൽ ദൈവം നിന്നെ വേർതിരിച്ചെങ്കിൽ, ഒന്ന്, ലോകം നിന്നെ പകയ്ക്കും, 2, യു ആർ എൻ ഓഡ് മാൻ ഔട്ട്. അതാണ് ദാവീദിന് പറ്റിയ പ്രോബ്ലം. ദാവീദിന് പറ്റിയ പ്രോബ്ലം ഒന്നല്ല, അതാണ് ദാവീദിന് സംഭവിച്ചത്. വൺ തിങ്, പിടിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് പിടിക്കപ്പെട്ടു പോകേണ്ട കാരണം അല്ലേ ഉണ്ടാകത്തില്ല, വീട്ടിൽ കിടക്കാമായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റത്തുള്ളൂ? കണ്ണുനീരാ. കരച്ചിൽ തുടങ്ങി. കരച്ചിലിങ്ങനെ തുടങ്ങി. കരച്ചിലിൻ്റെ ഒരു സമയമായപ്പോൾ നല്ല റിയൽ ട്യൂണും കണ്ടെത്തി എഴുതാൻ. ഒരു ടൈം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് തോന്നി, ഇവക്ക് എന്തെന്ന് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കണം? 4 കാശിന് വിലയില്ലെന്ന് നീയും നീ അവിടെ നിന്ന് കരയുന്നതും കാണുന്ന ആൾക്കാർ. ശബ്ദം പുറത്തു വരുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ശബ്ദം പുറത്തു വരുന്നില്ല. തേങ്ങലുകൾ അകത്തോട്ട് പോവുക. എന്താ ഈ കണ്ണുനീരിങ്ങനെ പോകുന്നു? ഈ കണ്ണുനീരിങ്ങനെ ഒഴുകാൻ കാര്യം എന്താ? ഈ നീർച്ചാലുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്താ ഇത് പറ്റാത്തത്? അതിൻ്റെ പിറകിൽ വേദനിക്കുന്ന ഹൃദയത്തിന് മാത്രമേ അറിയത്തില്ല എന്താ അത് പറ്റാത്തത്. കണ്ണു നിർത്തുക അറിയത്തില്ല. അപ്പം ദൈവം തീരുമാനിച്ചു, ഇതിൻ്റെ വില എന്താണെന്നത് പറഞ്ഞു കൊടുക്കണം. ഏതിൻ്റെ വില? ഈ കണ്ണുനീരിൻ്റെ വില എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അത് എവിടോട്ടാണ് ചെന്ന് വീഴുന്നത്? അതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് ദാവീദിന്റെ കാര്യത്തിൽ ദൈവം ഒന്ന് തീരുമാനിച്ചു. ഇത് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു ഇൻസ്പിറേഷൻ, ഒരു ഉൾവിളി പറയുകയാണ്, നോദീ സപാഠ അറ്റഹ്. നോദെന്ന് പറഞ്ഞാൽ അലഞ്ഞു നടക്കുക, ഉഴച്ചിലെന്ന. ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടക്കുക, ഉഴന്ന് നടക്കുക. എൻ്റെ ഉഴൽച്ചകൾ സപാർത്ഥ അറ്റഹ്. അങ്ങെന്ത് ചെയ്യുക? അങ്ങതിൻ്റെ കണക്കെഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് അല്ലേ? എത്ര ഡോറിൽ ചെന്ന് മുട്ടി, കുറച്ചാലും അറിയത്തില്ല എത്ര മുട്ടിയെന്ന്. ചില എന്നോട് ചോദിച്ചു, എൻ്റെ ബാബു സാറെ ഒന്ന് പ്രാർത്ഥിക്കുക,
ഇനി ആപ്ലിക്കേഷൻ അയക്കാൻ ഒരിടവും ഇല്ല. അയച്ചയച്ച് ഒരു പരുവമായി. ഏതെല്ലാം ഡോറിൽ ചെന്ന് മുട്ടിയെന്ന് അറിയത്തില്ല. ഇനി ഒരു ബാങ്ക് പോലും ബാക്കിയില്ല ലോണിന് അപേക്ഷിക്കാൻ. ഇനി ഒരു സ്ഥലം പോലും ബാക്കിയില്ല ഒരു കൈവായ്പ ചോദിക്കാൻ. ഇനി ഒരു ആശുപത്രി പോലും ബാക്കിയില്ല. ഇനി ഒരു ഡോക്ടറും ബാക്കിയില്ല. ഇനി ഒരു എക്സ്പേർട്ടും ബാക്കിയില്ല ഞങ്ങൾ അന്വേഷിക്കാൻ. എവിടെല്ലാം പോവാൻ അലഞ്ഞു നടന്നു. അതിന് കണക്കില്ല. ദൈവം ദാവീദിനോട്, ദാവീദേ, അങ്ങനല്ല, അങ്ങനല്ല. ഞാൻ നിന്നെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചില്ലയോ? ഞാൻ നിന്റെ സഹോദര വൃന്ദങ്ങളിൽ നിന്ന്, ചാർച്ചക്കാരിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വേർതിരിച്ചില്ലയോ? ഉന്നതമായ ഒരു പർപ്പസ് നിനക്കുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? അന്നു മുതലല്ലയോ നിന്റെ ഗതികേട് തുടങ്ങിയത്? അതല്ലേ നീ ഒറ്റപ്പെടാൻ കാരണം? അതിലേ നീ പിടിക്കപ്പെട്ടു പോയത്? അത് കാരണമല്ലയോ കാട്ടിക്കൂടെ നീ ഒരുപാട് ഉഴന്ന് നടന്നത്? എവിടെ ചെന്നാലും അഭയം കിട്ടുമെന്ന് കണ്ട് നീ ഒരുപാട് ഉഴന്ന് നടക്കാൻ കാരണം എന്താ? ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടില്ലയോ? അങ്ങനെയാണ് ഒരു കാര്യം മനസ്സിലായിക്കോണം. അതിൻ്റെ എല്ലാം കണക്ക് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ദാവീദേ, എൻ്റെ കയ്യിലൊരു കണക്ക് പുസ്തകമുണ്ട്. അതിനകത്ത് എന്തുണ്ട്? നോദ്, ഉഴൽച്ചകൾ. ആരുടെ ഉഴൽച്ചകൾ? നിന്റെ ഉഴൽച്ചകൾ എൻ്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ട് ദാവീദേ. നിന്റെ ഉഴൽച്ചകൾ എൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട് ദാവീദേ. എൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട് നിന്റെ ഉഴൽച്ചകൾ. രണ്ടാമത്തെ കാര്യം സിമാഹ് ദിമാത്തി. ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുക. സിമാഹ് എന്ന് പറയാൻ ശേഖരിക്കുക. ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക. എന്തോ കളക്ട് ചെയ്ത് വെക്കുക? ദിമാത്തി, കണ്ണുനീര്. ആരുടെ കണ്ണുനീര്? ദാവീദിന്റെ കണ്ണുനീരൊക്കെ കളക്ട് ചെയ്യുക. എവിടെ? വല്ല ഓട്ടപാത്രത്തിലാണോ? ചളുങ്ങിയ അലുമിനിയ പാത്രത്തിനകത്താണോ? അത് ചിരട്ടയ്ക്കകത്താണോ? ഇല്ല ദാവീദേ, ബിനോദക. എൻ്റെ ഒരു തുരുത്തിയുണ്ട്, ഒരു വൈൻ സ്കിന്നുണ്ട്. തുരുത്തി എന്താ അതിനകത്ത് കളക്ട് ചെയ്ത് വെച്ചത്? അതിനകത്ത് കളക്ട് ചെയ്ത് വെച്ച ഒരു ചളുങ്ങിയ അലുമിനിയം പാത്രത്തിൽ വെച്ചാൽ പോരായിരുന്നോ? കണ്ണുനീരില്ലേ? സൂക്ഷിച്ചു വെച്ചൊരു കാര്യമൊന്നുമില്ലല്ലോ. സൂക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം എവിടെ കൊണ്ട് വിറ്റൊന്നും മേടിക്കാൻ പോകുന്നില്ലല്ലോ. എന്തിനാ അതിനകത്ത് വെച്ചത്? എന്തിനാ ഈ തുരുത്തി എന്നറിയാമോ? തുരുത്തിയുടെ ഒന്നാമത്തെ പർപ്പസ് അത് വീഞ്ഞ് ശേഖരിച്ചു വെക്കുന്നതിനാണ്. എവിടെങ്കിലും ദൂരെ പോകുന്നുണ്ട് ഇതും കൊണ്ട്, വീഞ്ഞും കൊണ്ടാണ് പോകുന്നത്. എണ്ണ ശേഖരിച്ചു വെക്കുന്നതിനാ. എണ്ണയും വീഞ്ഞും അതിൻ്റെ ആത്മീയ അർത്ഥമുണ്ട്. അഭിഷേകത്തെ കുറിക്കുന്നതാ എണ്ണയും വീഞ്ഞും. തുരുത്തിക്കൊരർത്ഥമുണ്ട്. തുരുത്തിയുടെ അർത്ഥം ഓണറബിൾ ആൻഡ് റെസ്പെക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ആദരണീയമായത്, ബഹുമാന്യമായതെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ആ കോണ്ടെക്സ്റ്റിലാണ് കേട്ടോ. ഈ 2000 വർഷം മുമ്പുള്ള ദാവീദിൻ്റെ കോണ്ടെക്സ്റ്റ് 3000 വർഷം മുമ്പുള്ള ദാവീദിൻ്റെ കോണ്ടെക്സ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. ദാവീദിൻ്റെ പിതാവായ ഇശായി ഒരിക്കൽ ശൗൽ രാജാവിന് കൊടുക്കുന്നതിന് കുറച്ച് വീഞ്ഞ് കൊടുത്തയച്ചു. വീഞ്ഞ് എന്തിനാ കൊടുത്തയച്ചറിയാമോ? ഒരു തുരുത്തിക്കകത്ത് കൊടുത്തയച്ചത്. എന്താ തുരുത്തിക്കകത്ത് കൊടുത്തയക്കാൻ കാരണം? ദാറ്റ് മീൻസ് ഐ ഓണർ യു, ഐ റെസ്പെക്ട് യു എന്നാണ്.
ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, ഞാൻ നിന്നെ ആദരിക്കുന്നതിനർത്ഥം ഈ തുരുത്തിക്കകത്ത് കൊടുത്തേക്കുന്നതിനർത്ഥം ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. ഇനി നമുക്ക് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് വരാം. ദൈവം പറയാ, ഒന്ന്, എൻ്റെ ഉയർച്ചകളെല്ലാം ഞാൻ എണ്ണി. അങ്ങ് എൻ്റെ ഉയർച്ചകളെല്ലാം എണ്ണുന്നു. എൻ്റെ കണ്ണുനീര് അങ്ങയുടെ തുരുത്തിയിലുണ്ട്. ഇതിൻ്റെ ആകത്തുക എവിടുണ്ട്? ഇതിൻ്റെ ആകത്തുക എവിടുണ്ട്? അങ്ങയുടെ പുസ്തകത്തിലുണ്ട്. അങ്ങയുടെ പുസ്തകത്തിലുണ്ട്. ഈ സ്വർഗസ്ഥനായ ദൈവവും തൻ്റെ മക്കളും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം നമ്മളെ എങ്ങനെ കാണുന്നത്, ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണ ഒരു സാധാരണ വായനക്കാരന് കിട്ടാത്ത രീതിയിലാണ് പലപ്പോഴും തിരുവെഴുത്തുകളിലെ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത്. പലപ്പോഴും വായിക്കുന്നത് ഭക്തനെ സംബന്ധിച്ചോളം ഭക്തന്റെ ആയുധമാ കണ്ണുനീര്. ഭാവിയുടെ അല്ല, ഭാവിക്ക് ആപ്ലിക്കബിളാ എവിടെ? അവന്റെ മാനസാന്തരത്തിന്റെ കരച്ചില്. ഇവിടെ ഭക്തന്റെ കരച്ചിൽ അങ്ങനെയല്ല. ദാറ്റ്സ് ഡിഫറൻറ്റ്. കരയ ദൈവമോ കണ്ണുനീര് എന്ന ബൗണ്ടറി കടന്ന് പോകത്തും ഇല്ല. ആ ബൗണ്ടറി കടന്നു പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല. ആ ബൗണ്ടറി കടന്നു പോകത്തില്ല. നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിലെ അനേക ഭാഗങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഉയർത്തലിന് പിന്നെ അന്ന് രാവിലെ കല്ലറയ്ക്കൽ വന്ന സ്ത്രീകൾ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ ആരെയും കണ്ടില്ല. ആകെ ഒരു രണ്ട് ദൂതന്മാർ. അവർ പറഞ്ഞു, യേശു ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോയി ശിഷ്യന്മാർ പോക്കോളം പറഞ്ഞോളം പറഞ്ഞു. സഹോദരിമാരെല്ലാം പോയി. ഇനിയും ഭയങ്കര കാച്ചിങ് ഒരു സീനുണ്ട്. എനിക്ക് തോന്നുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ഇമോഷണലായ സീൻ അതാണെന്നാണ്. ഏറ്റവും വൈകാരികമായൊരു രംഗം. കരഞ്ഞുകൊണ്ടല്ലാതെ എനിക്ക് ഭാഗം വായിക്കാൻ പറ്റത്തില്ല. അത് മനസ്സിൽ ഓർക്കുമ്പോഴേ കരച്ചിൽ വരും. മറിയ മഗ്ദലക്കാരത്തി കല്ലറയ്ക്ക് കുറച്ചപ്പുറത്ത് ഒരു പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. എന്താ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ കാരണം? കർത്താവ് തന്നെ വെളിപ്പെടുത്താതെ പുറകിൽ വന്നിട്ട് മറിയേ എന്ന് വിളിച്ചു. അല്ല, വിളിക്കുന്ന അങ്ങനെയല്ല. സ്ത്രീയെ, നീ ആരെയാ തിരയുന്നേ? ഈ കൊച്ചുകുഴപ്പക്കാലത്ത് ഇരട്ടത്ത് നീ ആരെ തെരഞ്ഞെടുത്ത് നിൽക്കുന്നത്? മറിയുടെ മറുപടി, പുള്ളിക്കാരത്തി ജീവൻ തോട്ടക്കാരനായിരിക്കുന്നു കേട്ടോ. യജമാനെ, നീ അവനെ കൊണ്ടുപോയെങ്കിൽ പറ, എവിടെ വെച്ചിരിക്കുന്നത്? ടെൽ മീ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോകാം. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ഈസ്റ്റേൺ ഗാലിലിയിൽ മഗ്ദലന എന്നൊരു സ്ഥലത്ത് ഈ തുണിയുടെ കളർ മാറ്റാനുള്ള പൊടി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അതിനാണ് മഗ്ദലന എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഏറ്റവും ദരിദ്രരാ, ഗലീലയിലെ ദരിദ്രന്മാരാണ് അവിടെ താമസിക്കുന്നത്. അവിടെ 7 ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഇവരൊരിക്കൽ. ഒരു ദിവസം ഈ നസറായൻ അവളുടെ വഴിയെ വന്നു. അവൾ അവനെ അന്വേഷിച്ച് പോയതല്ല, നസറായൻ അവളുടെ വഴിയെ വന്നതാ. അന്ന് മുതലൊരു കാര്യം മനസ്സിലായി, ഈ നസറായ ഗുരുവില്ലാതെ ഇനി ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗുരുവിനെ കാണുന്നുമില്ല. കാരണം അവൾക്കറിയാം ഇന്നടത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കി അവിടെ കാണുന്നില്ല, കല്ലറ തുറന്ന ആളെ കാണുന്നില്ല. ഈ നസറായനില്ലാതെ ജീവിതയാത്ര മുൻപോട്ട് പോകാൻ കഴിയില്ല.
ഈ ഗുരുവില്ലാതെ ജീവിതയാത്ര മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് കർത്താവ് എവിടെയെന്നറിയാമോ? താന് നോഹയുടെ കാലത്ത് നോഹയുടെ പ്രസംഗം കേട്ട് വിശ്വസിക്കാതെ മരിച്ചുപോയവരുടെ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ച് ബദ്ധന്മാരെ വിടുവിച്ച് അവരെ സൗഭാഗ്യത്തിലാക്കണം. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അവിടുന്ന് മേടിച്ചു, അത് സ്വർഗത്തിൽ കൊണ്ടു കൊടുക്കണം. വേറെ ഉത്തരവാദിത്വമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴില്ലയോ ഞങ്ങളുടെ റാന്നിക്കാരൻ മലയാളത്തിൽ പറഞ്ഞ ഒരു പെണ്ണുപിള്ള കരഞ്ഞുകൊണ്ട് നിൽക്കുക. ചില വിശ്വാസങ്ങൾ വൺ വേ ട്രാഫിക്കാ. കരയാനല്ല, ഒന്നും അറിയത്തില്ല. കരയാൻ അല്ലാതെ ഒന്നും അറിയത്തില്ല. യുക്തി വർക്ക് ചെയ്യത്തില്ല. യുക്തി വർക്ക് ചെയ്യത്തില്ല. ഇപ്പൊ ഞാനാണ് കർത്താവെന്നിരിക്കട്ടെ, ചിന്തിക്കാൻ പോകുന്ന എന്തോ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതാ, ഞാൻ ഗലീലെ പോവും, അവിടെ വെച്ച് കാണ്ടോളാം, ഇവിടെ നിന്നും കറങ്ങി നടക്കേണ്ടത് പറഞ്ഞതാ. ഈ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത കുറേ എണ്ണത്തിൻ്റെ കൂടെ കൂട്ടിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും, ഇല്ലയോ? വല്ല ഡാലസ് തിയോളജിക്കൽ സെമിനാരിൽ നിന്നോ സറാംപൂരിൽ നിന്നൊക്കെ MTH MDയും ഡീമിനൊക്കെ പാസ്സായ കുറേ പേരെ നമ്മുടെ കൂടെ ഡിസൈപ്പിൾസ് ആയിട്ട് കൂട്ടിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാകും പെട്ടെന്ന്. വലിയ വലിയ തിയോളജിക്ക് അറിയാവുന്നവരില്ലയോ? ഇത് ചുമ്മാ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ ഈ ഡൈ ഉണ്ടായിക്കൊണ്ട് നടന്ന ഈ പെണ്ണുമ്പിള്ളയൊക്കെ പിടിച്ച് കൂടെ കൂട്ടിയാൽ ഇതുങ്ങൾക്ക് ദൈവത്തിൻ്റെ ഉന്നതമായ പദ്ധതികളെ പറ്റൊന്നും മനസ്സിലാകത്തില്ല. അവിടെ നിന്ന് കുറേ നേരം കരയട്ടെന്നേ. കുറച്ചു നേരം കരഞ്ഞു കഴിയുമ്പം ഒന്നും സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു പൊക്കോളും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ബാബുലോൺ അല്ല നീ സേവിക്കുന്ന നിന്റെ കർത്താവ്. കുറച്ചു നേരം കരഞ്ഞിട്ട് നീ തിരിച്ചു പൊക്കോളും. കുറച്ചു നേരം കരഞ്ഞിട്ട് നീ തിരിച്ചു പൊക്കോളും. ഒന്നും സാധിക്കത്തില്ലെന്ന് മനസ്സിലാകുമ്പം നിനക്ക് മര്യാദ പഠിക്കാം, നീ മര്യാദ പഠിക്കും, എന്നാലും നീ തിരിച്ചു പൊക്കോളും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനല്ല നീ വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ കർത്താവ്. ഗോഡ്സ് പ്ലാൻ സ്റ്റോപ്ഡ്. ഞാനിതൊക്കെ പറഞ്ഞ തിയോളജിയൻസ് മനസ്സിലാകത്തില്ല, വലിയ വലിയ വേദശാസ്ത്രജ്ഞന്മാരില്ല, അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഞാനൊരു പാവപ്പെട്ട ഉപദേശില്ലേ, എനിക്ക് ആവപ്പെട്ട തിരുവെടുത്ത് വായിച്ച് പൊരുൾ തിരിക്കാനല്ല വേറൊന്നും അറിയത്തുമില്ലല്ലോ. പക്ഷെ തിരുവെടുത്ത് അങ്ങോട്ട് വായിച്ച് പൊരുൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഗോഡ്സ് ഗ്രേറ്റ് പ്ലാൻസ് സസ്പെൻഡഡ് ഫോർ എ മൊമെന്റ്. ഒരു നിമിഷം നിന്നു. സ്വർഗത്തിന്റെ വലിയ പ്ലാൻസ് നിന്നുപോയി. മറിയോട് പറയണത് ഡോണ്ട് ടച്ച് മീ. എപ്പോഴാ ഡോണ്ട് ടച്ച് മീ എന്ന് മഹാവിരോധം പറയുന്നറിയാമോ? മഹാവിരോധം ഡോണ്ട് ടച്ച് മീ എന്ന് പറയുന്നത് മഹാപാപപരിഹാര ദിവസം പാപപരിഹാരത്തിനുള്ള ആടിൻ്റെ ചോരയുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി പോകുമ്പോൾ ഡോണ്ട് ടച്ച് മീ, നോട്ട് ടച്ച് മീ, നോട്ട് ടച്ച് മീ, നോട്ട് ടച്ച് മീ, നോട്ട് എന്ന് പറയും. തുടരുത് തുടരുത് തുടരുത്, ഇത് അവിടെ കൊണ്ട് അർപ്പിച്ച് ഞാൻ തിരിച്ചു വരും, പിന്നെ എന്നെ തൊടാവുന്നത്. ആട്ടുകുറ്റന്മാരുടെയും കാളുകളുടെയും രക്തമല്ല, സ്വന്തം രക്തത്താൽ ജനത്തെ ശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വലിപ്പവും തികവുമുള്ളതായി ഈ സൃഷ്ടിയിൽപ്പെടാത്ത വേറെ ആലയത്തിലോട്ട് കയറി പോവുക. എന്തിനു വേണ്ടി? ഏകയാഗം കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് സൽഗുണം സമ്പൂർണ്ണത വരുത്തിനുവേണ്ടി കയറി പോവുക. ആ പോകുന്ന സമയത്ത് അത്രയും ഗൗരവപരമായ ഒരു ശുശ്രൂഷ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇമ്മീഡിയറ്റ് സ്റ്റോപ്പേജ്. പെട്ടെന്ന് നിന്നു. പ്രോഗ്രാം മുഴുവൻ പെട്ടെന്ന് സ്റ്റോപ്പായി. എന്താ പ്രോഗ്രാം മുഴുവൻ സ്റ്റോപ്പാകാൻ കാരണം? അവിടെ ഒരു സ്ത്രീ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു.
അവരുടെ കണ്ണുനീരിനെ മറികടന്ന് സ്വർഗത്തിനൊരു പദ്ധതി ഫുൾഫിൽ ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ പറയാം. ഈ മറിയ കല്ലറയുടെ പുറത്ത് നിന്നതുപോലെ ഗത്തിൽ ഫെലിസ്ത്യരുടെ കയ്യിൽ പിടിക്കപ്പെട്ട ദാവീദിനെ പോലെ കണ്ണുനീര് മാത്രം ബാക്കിയുള്ള ദൈവങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അത് ഈ ഭൂമിയിൽ വീണില്ല, അത് നഷ്ടപ്പെട്ടുമില്ല. ആ കണ്ണുനീര് എവിടെ ഇരിക്കുക? ഓണറബിൾ ആൻഡ് വാല്യുബിൾ, അഭിഷേകത്തിന്റെ തുല്യമായ വില കൊടുത്ത് എണ്ണയും വീഞ്ഞും ക്യാരി ചെയ്യേണ്ട തുരുത്തിക്കകത്ത് നിന്റെ കണ്ണുനീരും എടുത്തു വച്ചിരിക്കുക. എന്തിന്? അളന്നു കുറിച്ച് അതിന് പ്രതിഫലം തരാൻ. അളന്നു കുറിച്ച് അതിന് പ്രതിഫലം തരാൻ. അതുകൊണ്ട് നാമോ അവിശ്വസിച്ച് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓർ വാല്യൂ ഓഫ് യുവർ ടീയേഴ്സ്? നിന്റെ കണ്ണുനീരിന്റെ വില എന്താ? തുരുത്തിക്കകത്ത് ശേഖരിക്കാനുള്ള വില, എണ്ണയുടെയും വീഞ്ഞിന്റെയും വില എന്ന വില അനുഗ്രഹിക്കാറാകട്ടെ. താങ്ക് യു.